5 വർഷത്തോളം ചെറിയ തോതിലുണ്ട്. ഇതുപോലെ കൂട്ടത്തോടെ കുറയൊന്നുമില്ല. ഇതാണ് ഈ പൊടിച്ച് വാഴ ഇതെല്ലാം. എൻ്റെ ഈ പറമ്പിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മിനിങ്ങാന്ന് വന്നിരുന്നു. അത് വന്ന് കുറച്ച് കൃഷികളൊക്കെ നശിപ്പിച്ച് കയറിപ്പോയി. ഇന്നലെ വന്നു. ആ ടാറിൻ്റെ ആ റോഡിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വരുന്നത്. ആ രണ്ടുപടിപ്പാന്നെ അങ്ങോട്ട് വരുന്നത്. വേറെ എവിടെ നിന്ന് വരുന്നത്. അത് വന്ന് ഇതിലൂടെ വന്ന് കയറി ഇതിനകത്ത് എൻ്റെ അപ്പുറത്തെ വിളിച്ചു പറഞ്ഞു. അവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു. അതിന് ഞാൻ ഇവിടുന്ന് ലൈറ്റ് അടിച്ച് ഞാനും ഭാര്യയും കൂടെ വന്ന് നോക്കുമ്പോൾ അവിടെ ആന നിൽക്കുന്നുണ്ട്. ഈ അവിടുന്ന് അയാൾ പാട്ടക്കിട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന് ഞങ്ങളുടെ നേരെ വന്നപ്പോൾ അവിടുന്ന് ലൈറ്റ് എടുത്ത് ഇതിന് മറവ് കാരണം ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അത് പിന്നെ ഒന്ന് നോക്കാൻ പേടിയായിട്ട് അതിൻ്റെ വരുത്തിയിട്ട് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ട് ഭയങ്കര നഷ്ടങ്ങൾ എനിക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിതിന് ഇതായിട്ട് ഈ സാധനത്തിന് ഇനി ഇവിടെ തുറന്നു വിടാൻ ഞങ്ങൾ സമ്മതിക്കും. ഒന്നത്. രണ്ടാമത് ഇവിടെ ആ ഫെൻസിങ് പെട്ടെന്ന് ശരിയാക്കണം. മൂന്നാമത്തെ കാര്യം എൻ്റെ പറമ്പിൽ വന്നേക്കുന്ന നഷ്ടങ്ങൾ എനിക്ക് തരണം. തരാതെ ഞാനിങ്ങോട്ട് വണ്ടി കയറ്റി. സണ്ണി ഇത് തന്നെയല്ല ഇവിടുത്തെ പ്രശ്നം തന്നെയല്ല. നാട്ടുകാരുടെ പ്രശ്നം തന്നെയല്ല. നാട്ടുകാരുടെ പ്രശ്നം തന്നെയല്ല. ഓടക്കയം ഭാഗത്തു നിന്ന് വെറ്റിലപ്പാറ ഭാഗത്തേക്ക് ഒരാൾക്ക് രാത്രി 9 മണി 7 മണി കഴിഞ്ഞ് വരാൻ കഴിയില്ല. കാരണം ഒരു വണ്ടി വിളിച്ചാൽ പോലും പോകില്ല. കഴിഞ്ഞ ദിവസം ഓടക്കയിൽ നിന്ന് ഒരാൾ വെറ്റിലപ്പാറ കിടന്നുറങ്ങി. കാരണം അയാൾക്ക് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. വണ്ടി വിളിച്ചു കഴിഞ്ഞ സമയത്ത് ആളുകൾ വരുന്നില്ല. വെറ്റിലപ്പാറയിൽ നിന്ന് അയാൾ അവിടെ പെട്ടിപ്പുറത്ത് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോയത്. ഈ നാട് പമ്പ പ്രശ്നത്തിലാണ്. ഒരാൾക്കൊരു കല്യാണം കഴിച്ചു വിടാൻ വരെ ഇവിടെ നടക്കുന്നില്ല. അമ്മ പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. സോളാർ ഫെൻസിംഗ് ഇട്ട ഫോറസ്റ്റിലേക്ക് ഇത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇല്ലെങ്കിൽ നാളെ വീണ്ടും ഇത് ഈ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങൾ വീണ്ടും നശിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് വെറുതെ വാക്കാൽ മാത്രം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. വന്യജീവികൾ ഒരുപാട് ലക്ഷക്കണക്കിന് പെറ്റു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ആശങ്കകൾ ജനത്തിന് ഒരു വിലയില്ല. മൃഗങ്ങൾക്ക് മാത്രമാണ് ഇവിടെ നാട്ടിലെ പൂർണ്ണമായിട്ടും സംരക്ഷണമുള്ള രീതിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്നുള്ളത് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഭരണകൂടങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ജനങ്ങൾക്ക് കർഷക മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സാധ്യതകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട നടപടികൾ എടുക്കണം. നിർബന്ധമായിട്ടും ഈ ഉടമസ്ഥനുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ തീർച്ചയായിട്ടും നൽകുന്നതിനോടൊപ്പം തന്നെ സോളാർ ഫെൻസിങ് പൂർത്തീകരിച്ച വനത്തിലേക്ക് ഇതിനെ മാറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അത് തന്നെ ഒരു തീരുമാനമാകാതെ ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ കയറ്റിക്കൊണ്ട് പോകുന്നതിന് യാതൊരുവിധ സമ്മതം നൽകുന്നില്ല. ഇവിടെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു ആണ്.